ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇതാ നല്ല മഴയാട്ടോ. ഓക്കെ, ഇപ്പോൾ വൈകുന്നേരമാണ്, ഒരു 5-5:30 സമയമായിട്ടുണ്ട്. പക്ഷേ രാത്രി പോലെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, നല്ല മഴയൊക്കെ ആയപ്പോൾ അമ്മ വൈകുന്നേരം ചായക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ സ്പെഷ്യൽ സാധനം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അമ്മ എന്നെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ അടുത്തോട്ട് പോവാം. അമ്മ ഇതേ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം എന്നെ അമ്മ ഉണ്ടാക്കുന്നതെന്ന്. മാഡം വൈകുന്നേരം എന്തോ ആളെ കൊല്ലമുള്ള ഐറ്റമായിട്ട് ഇറങ്ങുന്നു. എന്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? ഞാനേ എൻ്റെ അമ്മച്ചിയൊക്കെ പണ്ട് കാലത്ത് കൂവപ്പൊടിയും കൊണ്ട് അടയുണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ തിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂവപ്പൊടിയും കൊണ്ടുള്ള അട ഉണ്ടാക്കുക. ഇതാണ് കൂവപ്പൊടി. കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ കൂവപ്പൊടി. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോ റൂട്ട്, അതായത് കുഞ്ഞു പിള്ളേർക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. ഇവനും കുറുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇത് വയറിനൊക്കെ ഭയങ്കര നല്ലതല്ലേ? വയറിന് ഭയങ്കര നല്ലതാണ്. നമുക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടാകുമ്പോൾ വയറ്റ് ലസോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇത് കുറച്ച് കുറുക്കി കഴിച്ചാൽ മതി. നമ്മൾ വയറ്റ് ലസോ ഒക്കെ നിൽക്കും. ഇതിനെങ്ങനെ മഞ്ഞക്കൂവ, വെള്ളക്കൂവ? മഞ്ഞക്കൂവ, നീലക്കൂവ, വെള്ളക്കൂവ എന്ന് പല സൈസുണ്ട്. നീലക്കൂവയാണ് ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നു. പക്ഷേ ഇത് മഞ്ഞക്കൂവയാണ്. അതുകൊണ്ട് ചെറിയ മഞ്ഞ കളറ്, നമ്മുടെ മഞ്ഞൾ പോലെ ഇരിക്കും അതിൻ്റെ റൂട്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇപ്പൊക്കെ മിക്സിയിലിട്ടൊക്കെയാണ് അമ്മച്ചിമാരൊക്കെ അരയ്ക്കുന്നത്. അന്നേരം പണ്ടൊക്കെ ഇങ്ങനെ ഒരു സൈസ് തകരത്തേൽ അരയ്ക്കുമായിരുന്നു. അതരച്ച് പിഴിഞ്ഞ് പല പ്രാവശ്യം അതിൻ്റെ പൊടി കിട്ടും. പൊടിയല്ല, ഒരു നീര് കിട്ടും മഞ്ഞ കളറിൽ. അതിന് നമ്മൾ പല പ്രാവശ്യം വെള്ളത്തിൽ കലക്കി വെച്ച് ഊറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ പൊടി ഇങ്ങനെ അടിഞ്ഞു നിൽക്കും. അത് അതിൻ്റെ മുകളിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇങ്ങനെ പൊടി അങ്ങനെ പല പ്രാവശ്യം 10-12 ദിവസം, ചില ദിവസം അതിൽ കൂടുതൽ ഊറ്റി കഴിയുമ്പോൾ അടിയിൽ ഇങ്ങനെ പൊടിയടി. ആ പൊടി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതാണിത്. ഒരുപാട് കഷ്ടപ്പെടണം വേണം. അപ്പൊ അമ്മ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്താന്ന് പറഞ്ഞില്ല, കൂവപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂവപ്പൊടിയുടെ അട. കൂവപ്പൊടിയും കൊണ്ടുള്ള അട ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് തേങ്ങ ധാരാളം വേണം. തേങ്ങയും ഉപ്പും കൂവപ്പൊടി 3 ഇത് മാത്രം മതി. നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം കുറേശ്ശെ ഒഴിക്കണം. ഇല്ലെങ്കിൽ ഇത് വെള്ളം കൂടിപ്പോയാൽ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാപ്പിയിലയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം വാഴയില വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ കാപ്പിയിലയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് അമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് കാപ്പിയിലയിലാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുമ്പടി തേങ്ങ ഇട്ടു. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ ഇത് വെള്ളം കൂടിപ്പോവും. പിന്നെ ഇങ്ങനെ കുറേ സമയം എടുക്കുമല്ലോ? കുറേ ഇല്ല, പൊടി പോലത്തെ സാധനമല്ലേ? അത് ആയിക്കോളും. കുഴച്ച് എടുക്കുകയാണ് അമ്മ. ഇങ്ങനെ ഞാൻ വെറുതെ ഒരു കോമൺ സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ? അങ്ങനത്തെ സംശയമല്ല. അതായത് അമ്മയുടെ അമ്മച്ചിക്കൊക്കെ 10 മക്കളാണ് ഇവര്. അതായത് അമ്മയൊക്കെ 10 മക്കളിൽ ഒരാൾ. അമ്മ എത്ര? ഏഴാമത്തെ. അമ്മച്ചി കേൾക്കുന്നത് 7ാമത്തെയാണ് അമ്മ. അപ്പൊ നിങ്ങളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഈ കൂവപ്പൊടിയും കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കി മുതലാകുമോ? അന്ന് അങ്ങ് അമ്മച്ചിയൊക്കെ ഒത്തിരി, ഞങ്ങൾക്കൊക്കെ ഇവിടെ പറമ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മച്ചിയൊക്കെ ഈ സമയമാകുമ്പോൾ കൂവ പറിക്കുന്ന സമയമാകുമ്പോൾ അരച്ച് ഒത്തിരി പൊടി ഉണ്ടാക്കി വെക്കും. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ കാപ്പിയിലയിൽ ഉണ്ടാക്കി അമ്മച്ചി തരും. അപ്പോൾ ഇത് മാത്രമല്ല, കൂവപ്പൊടിയും കൊണ്ടുള്ള അട, പിന്നെ ഈന്തങ്ങായും കൊണ്ടുള്ള പുട്ട്. പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടശാങ്കടവില് കളിയടക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കളിയടക്കി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈന്തങ്ങ പൊടിയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അതേ കുഴഞ്ഞൊരു പരുവായി. അപ്പൊ ഇങ്ങനെയാ ഇതാ കറക്റ്റ് പരുവായി? ഇത് കറക്റ്റായി. ഇനി ഇപ്പൊ കാപ്പി ഇലയിലോട്ട് പരത്തണം നമ്മൾ. എന്നിട്ട് ചട്ടിക്കകത്താണ് ഇതുണ്ടാക്കുന്നത്. മൺചട്ടിക്കകത്ത്, വറചട്ടി. പണ്ടൊക്കെ അടുപ്പേ വെച്ചാണ്, ഇതിപ്പോൾ അടുപ്പൊന്നും കത്തിക്കുന്നില്ല. അതുകൊണ്ട് ഗ്യാസേ വെച്ചാണ് ഉണ്ടാക്കാൻ പോകും. വരൂ, കനം കുറച്ച് പരത്തണം. കനം കൂടിയാൽ ഇത് വേകുകയില്ല കൂവപ്പൊടി. എൻ്റെ അമ്മച്ചിയൊക്കെ അന്നേരം വലിയ വറചട്ടിക്കകത്താവും. അന്നേരം കുറേ എണ്ണം ഒരുമിച്ചിടും. ഇപ്പം നമുക്കിവിടെ ചെറിയ ചട്ടിയേ ഉള്ളേ. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ചാളേ ഉള്ളല്ലോ. ഇപ്പം നമ്മൾ കാപ്പിയിലയിലാണ്, കാപ്പിയിലയുടെ ഷേപ്പിൽ വരും അടയുണ്ടാക്കി കഴിയുമ്പോൾ. കാപ്പിയില എല്ലാവർക്കും അറിയാവുന്നില്ലേ? കോഫി. ഇനി ഈ ഒരു കാപ്പിയില വെച്ച് അടയ്ക്കും.
എന്നിട്ട് ഇനി കൊണ്ടുപോയി ചട്ടിയിലിടും. ആയി കിടക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടി. അത് ഈ ചട്ടിയിലിട്ടു. നല്ല മഴയാ, മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. ചെറിയ മഞ്ഞുണ്ട്, പക്ഷെ എന്നാലും മഴയും പെയ്യുന്നുണ്ട്. നമ്മുടെ സുഖിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞ് അവരരച്ചപ്പം വാങ്ങിച്ചത്. അപ്പം നല്ല നല്ല ഒറിജിനൽ ആയിട്ടുണ്ട്. ഇത് നാച്ചുറൽ അവർ വീട്ടിൽ അരച്ചുണ്ടാക്കി നമുക്ക് അറിയാവുന്ന. അങ്ങനെ അവർ തന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിച്ചതുപോലെ അടയൊക്കെ ഉണ്ടാക്കി തിന്നു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നല്ല ഒരു വൈബാണ്. വൈബോ? ഓ മൈ ഗോഡ്, നല്ലൊരു വൈബാണ് ഇത്. മോഡേൺ മമ്മ. കട്ടൻ കാപ്പിയും കരിപ്പട്ടി ഇട്ട കാപ്പിയും ഇതും കൊടുക്കണം. കരിപ്പട്ടിയുടെ ഓ വേണോ? പക്ഷെ എനിക്ക് കരിപ്പട്ടിയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്കതിൽ ഇഷ്ടം എന്റെ സ്വന്തം അമ്മയായി പോയി. ഇല്ലെങ്കിൽ വല്ലതും ചെയ്യായിരുന്നു. സ്വന്തം പറഞ്ഞാലും ഉള്ള കാര്യം പറയാണ്ടിരിക്കാൻ പറ്റൂലോ. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പൂവപ്പൊടിയുടെ അട ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഇവിടെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ടേസ്റ്റ് അല്ല, നമ്മൾ സാധാരണ ഒരു അട ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ്. പിന്നെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അരിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് അല്ലാതെ വേറൊരു പ്രത്യേകത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കാപ്പി ഇലയുടെ ടേസ്റ്റ് ഉണ്ട്. ശരിയാ, എനിക്കൊന്നു കാപ്പി ഇലക്കകത്ത് ഉണ്ടാകുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. വാഴയിലേക്കാളും ടേസ്റ്റ് കാപ്പി ഇലയാണെന്ന് എനിക്ക് തോന്നുന്നത്, കഴിച്ചു നോക്കിയിട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതെ അതെ, ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പഠിച്ചു പോയി. അപ്പോൾ ഇതേ നമ്മുടെ അട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ മറിച്ചിടാൻ പോവാന്നാണ് പറഞ്ഞത്. ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചിടണം. കൈ കൊള്ളുകയല്ലേ? സാരമില്ല. ഓ, അപ്പൊ ഈ അട റെഡി ആയിട്ട് അപ്പൊ ഇതിന്റെ മുകളിലത്തെ ഇല ഞാൻ കളഞ്ഞു. അന്ന് ഒത്തിരി കരിഞ്ഞു കഴിഞ്ഞാൽ ഇല പിടിക്കുകയും. ഓ അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റീവായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അട. എന്തായാലും അതിന്റെ കല്യാണത്തിന് പെണ്ണ് കാണാൻ നിൽക്കണോ നിങ്ങൾ രണ്ടുപേരും? വാട്ടേ അഭിനയം ഗൈസ്. അവനും കഴിക്കുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അമ്മച്ചി ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് ചെയ്തോ. കൊള്ളാടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അട തിന്നാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അട എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലേ? കമൻ്റായിട്ട് പറയണം. കാരണം ഒത്തിരി നല്ലതാണ് അത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടില്ലാത്തവർ നോക്കിയിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, പറഞ്ഞു തരാൻ പറ്റുകയില്ല. കാരണം സാധാരണ നമ്മൾ മൈദ കൊണ്ട് അട ഉണ്ടാക്കുന്ന പോലെ അല്ല. പക്ഷെ ആ കാപ്പിയുടെ ഇലയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ആ കാപ്പി ഇലയുടെ ടേസ്റ്റും അതുപോലെ കൂപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്ന് നന്നായിട്ട് ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് അറിയത്തില്ല. അതെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.